കുട്ടികളെ ദേ ഇത് ലാസ്റ്റ് ഷോർട്സിലിട്ട സെയിം ലിപ് പെൻസിൽ തന്നെയാണ്. പക്ഷെ ഈ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരുപാട് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ പോകട്ടോ. അതായത് ഇത് ടെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. കുറേ അങ്ങ് ടെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇട്ടാൽ ഒടിഞ്ഞു പോകും, മുതലാവത്തില്ല. പക്ഷെ പ്രൈസ് ബേസ് കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ലിപ് ലൈനർ ഇടുന്നതെന്നുള്ളതും ഈ ലാസ്റ്റ് ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വൃത്തിയായിട്ട് നല്ല ഔട്ടർ വരയ്ക്കുക. എനിക്കെപ്പോഴും തോന്നുന്നത് ചുണ്ടിൻ്റെ ഭംഗി എപ്പോഴും ലിപ്സ്റ്റിക്കിനേക്കാളും ലിപ് ലൈനറിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് അടുത്തത് ഇടാൻ പോകുന്ന ഒരു പീച്ചിഷ് പിങ്ക് കളറാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ലോറിയലിൻ്റെയാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തികെട്ട കോലമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ മെറൂൺ കളറ് ലിപ് പെൻസിലും ഇതും കൂടി വരുമ്പോഴുണ്ടല്ലോ വേറെ ലെവല് ലിപ്സ്റ്റിക്കാണ്. അതായത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സ്കിൻ ടോണുകാർക്ക്, അതായത് മീഡിയം മുതൽ അങ്ങുള്ളവർക്ക് നല്ല ഒരു ലിപ്സ്റ്റിക്ക് കിട്ടും. കണ്ടോ, താഴെ മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുണ്ടണം എന്ന് പറഞ്ഞ് ആക്കുമ്പോഴേക്കും നല്ലൊരു ഷെയ്ഡ് കിട്ടും. പിന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, കുറേ നേരം നിൽക്കും. എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഔട്ടർ പിന്നെയും ഒന്ന് വരക്കും. വേറെ ലുക്കാണ് ഈ ലിപ്സ്റ്റിക്കിന് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഇത് മാത്രമായിട്ടൊന്ന് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു മെറൂൺ കളറ് ലിപ് പെൻസിലും കൂടി ഇടുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് ആവുന്നത്. നല്ല ലൈറ്റായിട്ടിരിക്കും, ഒരു കട്ടിപ്പൊന്നും തോന്നത്തില്ല. കുറേ നേരം തിന്നാലും കുടിച്ചാലും അങ്ങനെ നിൽക്കോട്ടോ. അടിപൊളിയാണ്. ഇതേ ലിങ്ക് സ്ക്രീനിലിട്ടേക്ക്. ആ സ്ക്രീനിൽ കിടക്കുന്ന ആ പിക്ചറിലല്ല ക്ലിക്ക് ചെയ്യേണ്ട. അവിടെ ഒരു കുഞ്ഞാരോ കണ്ടോ, ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അടിപൊളിയാണ്, പോയി വാങ്ങിച്ചോ. ഞാൻ നേരത്തെ ഇട്ട ഷോർട്സിലെ ലിപ്സ്റ്റിക്കും ഇതും മസ്റ്റായിട്ട് നമ്മളെ കയ്യിൽ വേണ്ടതാണ്. ക്യാൻസർ വന്ന് ചാകും, അത് വേറെ.